മിനുട്ടി, നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് എത്തിയിരിക്കുകയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു സംഗീത വിരുന്ന് തന്നെ ഒരുക്കാനായിട്ട്. നമ്മുടെ കുട്ടി ഗായകരെല്ലാവരും ആ ബാക്ക് സ്റ്റേജിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അവരെ സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ടോപ്പ് ജഡ്ജസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അതെ, വെൽക്കം റിമി ചേച്ചി, MG അങ്കിൾ ആൻഡ് ബിന്നി ആന്റി. അപ്പൊ പ്രേക്ഷകരെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ തകർപ്പൻ പെർഫോമൻസിലോട്ട് നമ്മൾ കടക്കുകയാണ്. അപ്പൊ ആരാണ് ആദ്യത്തെ മത്സരം? ഫേവറേറ്റ്സ് റൗണ്ടിൽ പെർഫോം ചെയ്യാനായിട്ട് നമ്മുടെ ഈശൽ കുട്ടി എത്തുന്നു. സോ ലെറ്റ്സ് വെൽക്കം ഈശൽ ഓൺ സ്റ്റേജ്. എത്ര നാളായി കണ്ടിട്ട്. ലോങ് ടൈം. അങ്കിൾ ഇല്ലാത്ത ടോപ്പ് സിംഗർ, ഉപ്പില്ലാത്ത കഞ്ഞി പോലെ. അയ്യോ, സെയിം മധു അങ്കിളിനെ കണ്ടപ്പോൾ ഇത് തന്നെ. ഇത് എങ്ങനെ ഇത് മോളെ ഇത് പറ്റണ്ടേ? ഉപ്പില്ലാത്ത കഞ്ഞി. പിള്ള മനസ്സിൽ കള്ളം ഇല്ലെന്നാണല്ലോ പറയണത്. മണിക്കൂർ സംസാരിച്ചു. പെട്ടെന്ന് കണ്ടപ്പോ ഒരു സന്തോഷം. I love you. I love you too. സ്വീകരിച്ചിരിക്കുന്നു. ഏത് പാട്ടാ മോള് പാടുന്നേ? ഇളം മഞ്ഞിൻ കുളിരുമായി. സൂപ്പർ സോങ്. ഏത് സിനിമയാണ്? നിന്നിഷ്ടം എന്നിഷ്ടം. നിന്നിഷ്ടം എന്നിഷ്ടം. പിന്നെ മ്യൂസിക് കണ്ണൂർ രാജമാഷ്. പിന്നെ എഴുതിയത് മങ്കമ്പ് ഗോപാലകൃഷ്ണൻ സാറ്. പിന്നെ പാടിയത് ദാസേട്ടൻ ജാനകിയമ്മയും. വർഷം 1986. ഈ പാട്ട് അവർ രണ്ടുപേരും വാശിക്ക് പാടിയ പാട്ടാണ്. അതെനിക്ക് ഉമ്മ പറഞ്ഞു തന്നായിരുന്നു. ജാനകിയമ്മ പാടിയിട്ട് വീണ്ടും പാടണമെന്ന് പറഞ്ഞിട്ട് വാശിയായിട്ട് പാടിയ. അത് വേറൊരു കാര്യം കൂടെ ഒരു ഭാഗ്യം കൂടെ കിട്ടി. ഇത് ട്രിവാൻഡ്രം സെനറ്റ് ഹാളിലായിരുന്നു ഷൂട്ട് ചെയ്തത്. അന്ന് ഈ ഓഡിയൻസ് വേണമല്ലോ, അതിനുവേണ്ടി എന്റെ ഗാനമേള വെച്ചു. എന്റെ ഗാനമേളയിൽ ഓർക്കസ്ട്രയിലുള്ള പലരും, റെനിക്കറിയാം, റെനി ഉണ്ടോ അതിനകത്ത്? ഓർക്കസ്ട്ര കംപ്ലീറ്റ് എന്റെ ഓർക്കസ്ട്രയാണ്. എന്നിട്ട് എന്റെ ഗാനമേള നടത്തിയിട്ട് ആ ഷോട്ട്സ് മുഴുവൻ എടുത്തു. എന്നിട്ട് 8:30 മണിയായപ്പോൾ ഗാനമേള കഴിഞ്ഞു. അതിനുശേഷം കർപ്പകവല്ലിയും മോഹൻലാലും ബാക്കിയെല്ലാം ഈ പാട്ട് പുള്ളിക്കാരി അവിടെ നിന്നിട്ട് പാടുന്നു, ഓർക്കസ്ട്ര വായിക്കുന്നു. ഒരുപാട് ഓർമ്മകളാണ് മോളെ. ഓരോ പാട്ടിന്റെ പുറകിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ ഞാൻ പോയിട്ട് കാപ്പിയെല്ലാം കുടിച്ച് തട്ടുകടയുണ്ട്, അവിടെ ഒരു മണിയന്റെ തട്ടുകടയുണ്ട്. അവിടത്തെ തട്ടുദോശയും ഓംലെറ്റും ഒന്നൊന്നര സംഭവം പാളയത്ത്. അത് കഴിച്ച് തിരിച്ചു വന്ന് നിന്നപ്പോഴാണ് മറ്റേ ഇതളഴിഞ്ഞ സുമങ്ങ് അതിന്റെ എടുത്തിട്ട് മോഹൻലാൽ ഇങ്ങനെ വന്നിട്ട് വീഴുന്നതും അങ്ങനെയൊക്കെയുള്ള സീൻസ് ഒക്കെ എടുത്തതൊക്കെ ഇങ്ങനെ കണ്ണി നിൽക്കുക. ഇപ്പോഴും ലാലേട്ടന്റെ ഒരു ഇടക്കാലം കാണിക്കുമ്പോ ഈ പാട്ടും ഈ സീനും ഈ വീഴുന്ന രംഗവും അതൊക്കെ ഭയങ്കര അല്ലേ, അത്ര ടച്ചിങ് ആണ് ആ സിനിമയും ഈ പാട്ടുകളും ഒക്കെ. ഇപ്പൊ നമ്മുടെ കൂടെ ഇരുന്ന് ഈ പറയണ വിശേഷങ്ങളുണ്ടല്ലോ, അത് ചില്ലറ കാര്യമില്ല, നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരാൾ നമ്മളോട് ഇരുന്നിട്ട് അന്ന് നടന്ന കാര്യങ്ങൾ, ഈ പാട്ട് റെക്കോർഡ് ചെയ്തതും ആ സ്റ്റുഡിയോ അടക്കം ആ എക്സ്പീരിയൻസ്, റെക്കോർഡിങ് ചെയ്ത കാര്യങ്ങളൊക്കെ അത് ഭയങ്കര. ഇപ്പോഴല്ല നമുക്കത് മനസ്സിലാവുന്ന. നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ട്രിവാൻഡ്രത്തുള്ള എല്ലാ ആർട്ടിസ്റ്റും ഉണ്ട് അതിനകത്ത്, ആ ഓർക്കസ്ട്രയിൽ. പിന്നെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ കുറച്ച് പ്രായമായി, എന്നാലും പണ്ട് ചെറുപ്പമായിരുന്നു. കാര്യം പറയാ, തമാശക്ക് എന്തൊക്കെ പറഞ്ഞാലും അണ്ണൻ അങ്ങനെ ഇങ്ങനെ തമാശ. പക്ഷെ പാടിക്കാം മോളെ. All the best. Thank you.
മോളെ എന്തോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു. ബേസിക് ആയിട്ട് ഈ പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു കുളിർമ തരും. പക്ഷെ ഇതൊരു വേറൊരു വെർഷനാണോ ഇത്? ഇത് ജാനകിയമ്മയുടെ വേർഷൻ. ആ ദാസാറിന്റെ വേർഷനിലെ ലിറിക്സ് ആണ് കൂടുതൽ നമ്മളെല്ലാരും ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ ഇടം നെഞ്ചിൽ കൂടുകൂട്ടുന്ന സുഖം ഹൃദയമുരളിയിൽ പുളകമേളതൻ രാഗം ഭാവം താളം രാഗം. പക്ഷെ ദാസേട്ടൻ പാടിയത് രണ്ടുപേരും എന്താണ് ലെജൻസ് ആണ്. പക്ഷെ ആ പാട്ട് മനസ്സിൽ കിടക്കുക ഇങ്ങനെ. മോള് നന്നായിട്ട് പാടി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചരണമാണ്. ചരണം നല്ല രസമായിട്ട് പാടിയായിരുന്നു. അത് മോഹഭംഗയാണ്, മോഹഭംഗയല്ല, മോഹഭംഗ മനസ്സിലായി. അതുപോലെ ജാനകിയമ്മയുടെ ഒരു ഡൈനാമിക്സ് എന്ന് പറഞ്ഞ സംഭവമാണ്. ആ ജാനകിയമ്മ പാടുമ്പോൾ അതിങ്ങനെ അതായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മളിങ്ങനെ പിടിച്ചു വലിക്കുന്നത്. ഹൃദയമുരളിക തീര താര താര ആ എന്താണ് രാഗം ശോകം ഇതുണ്ട്. രാഗം ശോകം രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം അത് മോളൊന്നുകൂടെ കേട്ട് പഠിക്കുക. എന്തായാലും ടോട്ടലി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പിന്നെ ചേച്ചി, എനിക്ക് ഈ ലോകത്തില് ഏറ്റവും കൂടുതൽ ഡൈനാമിക്സും ഭാവത്തോടെയും ഫീലും കൂടിയുള്ള പാടുന്ന ഒരു ലേഡി മ്യൂസീഷ്യൻ ഫീമെയിൽ ആരാന്ന് വെച്ചാൽ അത് നോ ഡൗട്ട് എനിക്ക് എസ് ജാനകി അമ്മ. സംശയമില്ലാത്ത കാര്യം. എന്റെ അമ്മേ, നോ ഡൗട്ട്, നോ ഡൗട്ട്. പിന്നെ പറഞ്ഞതിനോട് 100% ഞാൻ യോജിക്കുന്നു. കാരണം വേറൊന്നുമല്ല, മലയാളിയല്ല. ആ എന്നിട്ടും മലയാളം പ്രൊനൗൺസിയേഷൻ ശ്രേയാ ഘോഷൽ പാടുന്നില്ലേ അല്ലേ? അതെ അതുപോലെ അതെ അതെ. അത് ജാനകിയമ്മ പാടുമ്പോ മുഖത്ത് അധികം റിയാക്ഷൻസ് വരാതെ പാടാന്ന്. അതൊരു വലിയ 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 അത് ജാനകിയമ്മ അറിഞ്ഞുകൊണ്ടാണോ ചെയ്യണമെന്നറിയില്ല. പക്ഷെ അത് ഭയങ്കര വലിയൊരു ട്രിക്കാണ്. എന്തെന്നറിയാമോ, നമ്മൾ കുറച്ച് അധികം അനങ്ങാതെ നിന്ന് പാടുമ്പോൾ ആ സംഗതികളും ഭാവവും എല്ലാം ഈ തൊണ്ടയ്ക്കുള്ളിലും വരും, മുഖത്തിലും വരും, ബ്രീത്തും കിട്ടും. ശരിക്കും അതൊരു ഭയങ്കര വലിയ ഒരു രാക്ഷസി ടെക്നിക്കിന്റെ രാക്ഷസിയാണ്. അത് ദൈവമായിട്ട് ഇങ്ങനെ ഇന്ന് ജാനകി പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുത്താണ്. എനിക്കറിയില്ല അന്നത്തെ കാലത്ത്, കാരണം ഇപ്പോഴാണ് ആ ടെക്നിക്സ് ഒക്കെ നമ്മളൊക്കെ അറിഞ്ഞു വരുന്നത്. എനിക്ക് വലിയൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ അവിടെ ഒരു ചെന്നൈയിലെ തെലുങ്ക് സംഗീത സഭയുണ്ട്, ശർവാണി എന്നാ പേര്. ഈ ശർവാണി സംഗീത സഭയിലെ എല്ലാ കച്ചേരിക്കും ജാനകി ഒന്ന് ഫ്രണ്ടിലിരിക്കും. അങ്ങനെ ഞങ്ങളുടെ കച്ചേരി എത്രയോ കച്ചേരികൾക്ക് അമ്മ വന്ന് ഫ്രണ്ടിലിരിക്കും. അയ്യോ, എന്നെ ഒരുപാട് അപ്രീഷിയേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ദൈവമേ, അതൊക്കെ ആലോചിക്കുമ്പോൾ അത് വേറൊരു കഥ. കണ്ണൂർ രാജൻ മാഷിന് ആദ്യം ഒരു നമസ്കാരം പറയട്ടെ. കാരണം എത്ര മലയാളത്തിലെ ഇത്ര ഒരു 20 പാട്ടെടുത്താൽ അതിലെ ഒരു പാട്ട് ഏറ്റവും ബെസ്റ്റിൽ ഇളം മഞ്ഞിൻ ഉണ്ടാവും. അത്ര ഒരു നമ്മൾ എപ്പോൾ കേട്ടാലും നമ്മളുടെ ഹൃദയത്തെ സങ്കടപ്പെടുത്തി ഇല്ലേ വലിച്ചു മുറുക്കുന്ന ഒരു സംഗീതം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതെന്താണ്, അതിന് പ്രത്യേകിച്ച് ഒരു രാഗം ഒന്നും വേണ്ട. അതിൻ്റെ അത്രയും അസാധ്യമായിട്ട് ഉള്ളൊരു പാട്ട്, നല്ലൊരു സെലക്ഷൻ തന്നെ മോൾ ചെയ്തത്. മോളുടെ ഒരു നല്ല പോസിറ്റീവ് ഒരു കാര്യം എന്ന് വെച്ചാൽ മോൾക്ക് ഹൈ പോകുമ്പോൾ നല്ല ടോണൽ ക്വാളിറ്റിയാണ് കേട്ടോ. മേലെ പോകുമ്പോൾ നല്ല ഹൈ പിച്ച് സൂപ്പറാണ്. പൊതുവേ വോയിസ് ബ്യൂട്ടിഫുൾ വോയിസ് ആണ്. ആ വോയിസിനകത്ത് എന്ത് പാടിയാലും അതിനകത്ത് നല്ലൊരു അഴകുണ്ട്. എനിക്ക് മിടുമിടുക്കി ഒരു പാട്ടുകാരിയാണ് ഇശല്. ഇശലിന് ഭയങ്കരമായിട്ടൊരു ഭാവിയുണ്ട്. അപ്പം മോൾക്ക് ദൈവം സഹായിച്ചും വീട്ടുകാരെ എല്ലാവരുടെയും പുണ്യത്തിനാലെ മോൾക്കത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗോഡ് ബ്ലെസ് യു. എന്ത് പറയാൻ ഇതിക്കുള്ള ചേച്ചി എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മോളുടെ നല്ല ഫീലോട് കൂടി പാടി. ഞാനിപ്പം നമ്മുടെ പ്രോഗ്രാംസിലൊക്കെ എത്ര ഫാസ്റ്റ് നമ്പർ പാടിക്കൊണ്ടിരിക്കുന്നത് ഒരു അൺപ്ലഗ്ഡ് സെക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഇടക്കാല ഇറ്റും അതിൽ ഞാൻ ആദ്യം ഇതായിരിക്കും പാടുന്നത്. ഇത് പാടാനുള്ള കാരണം അവിടെ കൈയടി വീണിരിക്കും. അവിടെ തുടങ്ങി കഴിഞ്ഞാൽ അതെ അതെ. ഇനി അത് നല്ല പല്ലവി ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് എത്ര ഉറങ്ങിയിരിക്കുന്ന ആൾക്കും അല്ലെങ്കിൽ ചാടി മറിഞ്ഞിരിക്കുന്ന ആളും അവിടെ അങ്ങ് പതുക്കെ അങ്ങ് ഇരിക്കും. ഉറങ്ങിയിരിക്കുന്ന ആൾ എണീക്കും, ചാടി മറിഞ്ഞ് തുള്ളിക്കളിച്ചിരിക്കുന്ന ആള് പതുക്കെ എഴുതിയ ആളിനെയും കൂടെ നമ്മള് അയ്യോ തീർച്ചയായിട്ടും ഓരോ പാട്ടുകള് അറിയാവുന്ന മങ്കമ്പ് സാറിനെ ഒത്തിരി പടങ്ങൾ റീമേക്ക് ഒക്കെ അദ്ദേഹം എഴുതുന്നുണ്ട്. ഇപ്പത്തെ പുതിയ പടങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെയൊക്കെ ഉസ്താദാണ് ഇപ്പൊ മങ്കമ്പ് സാർ. ഇതിനിടയില് മങ്കമ്പ് സാറിന്റെ ഒരു എനിക്ക് തോന്നുന്ന ഒരു 100 പടം റീമേക്ക് പടം ഞാൻ പാടിയിട്ടുണ്ട്. കാരണം അദ്ദേഹം എനിക്ക് എല്ലാ പടത്തിനും വിളിക്കും. അത് ഒരു പടത്തിന് ഒരു പാട്ടൊന്നും അല്ല കേട്ടോ, 6 പാട്ടൊക്കെയാണ് ഈ തെലുങ്കിൽ ഒറ്റയടിക്ക് പാടാൻ.
എന്നെ മറ്റേ എന്താ ബാഹുബലിക്ക് വിളിച്ചത്. ഞാനൊരു ലക്ഷ്മി രാജ ലക്ഷ്മി ബാവ എന്നൊക്കെ ഉള്ള പാട്ട് പാടിയിട്ടുണ്ട്. സൗഭാഗ്യം. കുഞ്ഞു പ്രായത്തിൽ ഇത്ര രസമായിട്ട് പാടില്ല, അത് മാത്രമേ പറയണുള്ളൂ കേട്ടോ. Thank you. പിന്നെ ഈ നിഴൽ പടർന്ന അതൊക്കെ ഒന്ന് മോഹഭംഗ ഇതൊക്കെ ഒന്ന് വരികളിലൂടെ കുറച്ച് പ്രൊനൗൺസ് ചെയ്യുന്ന ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, സൂപ്പർ. താങ്ക് യു. നമുക്കിനി മാർക്കറിയാം. So, we are giving you 98 out of 100. Thank you. അപ്പൊ എന്തായാലും നമ്മൾ ഈ പാട്ടിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞെങ്കിലും ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ മങ്കൊമ്പ് സാറ് എന്നെ ഒരുപാട് എൻകറേജ് ചെയ്തൊരു വ്യക്തിയാണ്, നമ്മളെല്ലാരെയും ഇൻസ്പയർ ചെയ്താണ്. സോ ആടിയൊരു മങ്കമ്പ് ജി പൂക്കുറ്റി. ഇശൽകുട്ടി, all the best. All the best. Thank you. Ta-da. ഇങ്ങനെ വരുന്നവര് നമ്മളെ ഞെട്ടിച്ചോണ്ടിരിക്കുക അല്ലേ? അപ്പോ അടുത്ത നമുക്കൊരു ക്യാരക്ടർ റൗണ്ട് പിടിച്ചാലോ? ഇനി ഞെട്ടാം. ഇനി പ്ലീസ് പ്ലീസ്. ഓക്കെ, ലെറ്റ്സ് വെൽക്കം ദയ ദിനേശ് ഓൺ സ്റ്റേജ്. മുടി രണ്ടായിട്ട് ഇതേ പൊട്ട് ഉടുപ്പ് അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഒന്നാം ക്ലാസ്സിൽ തുടുപ്പല്ലേ ഇട്ട് വന്നേ? ആ UKG-യിൽ ഉടുപ്പിട്ട് വന്ന ആള്. അത് അറിഞ്ഞില്ലല്ലോ. സിൽക്ക് വെൽവെറ്റ് ഈ കളർ. കുഞ്ഞിന് ഒരു പെർഫോമൻസിന് ഒരു ഉടുപ്പ് ഇട്ട് വന്നേ. അത് അവള് UKG-യിൽ ഇട്ട് ഉടുപ്പ് അത് അന്ന് ഫുള്ളായിരുന്നു, ഇപ്പൊ വന്നപ്പോ ഇത്രയും. റിബണിന്റെ കളർ നല്ല ഫേവറേറ്റ്. എന്തോ ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ ഒരു ദുഃഖമയം കാണുന്നുണ്ട്. ഏതോ ഒരു പെൺകുട്ടി എവിടെയോ പാടുന്നതാണ്. മീരയുടെ ദുഃഖവും മുത്തുവിന്റെ സ്വപ്നവും ആ ചിത്രത്തിലെ പാട്ടാണോ? അല്ല, അല്ലല്ല. രാക്ഷസ രാജാവ്. സംഗീത മോഹൻ സിത്താര അല്ലേ? ആ, പാടിയ ഒരു പുതിയ കുട്ടിയാണോ അതോ? 3 ആള് പാടിയിട്ടുണ്ട്. ആരൊക്കെയാണ്? KJ യേശുദാസ് സാർ, ചിത്രാമ്മ, അശ്വതി മാം. അശ്വതി വിജയൻ. അശ്വതി വിജയൻ, അതാണ്. അശ്വതി വിജയൻ. അശ്വതി വിജയൻ. ഇത് സോളോ ആയിട്ട് പാടിയിട്ടുണ്ടോ ആ കുട്ടി? എനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്. എന്തോ ഈ ഇല്ല, പാട്ട് 4 ലൈൻ മാത്രം ആ കുട്ടി പാടിയിട്ടുണ്ട്. പിന്നെ എല്ലാം ചേച്ചിയെ പാടിയത്, ചിത്ര ചേച്ചിയെ പാടിയത്. അല്ല, ഞാൻ പറഞ്ഞ ആ കുട്ടി ഫുള്ളായിട്ട് പാടിയിട്ട് ഇറക്കിയതായിട്ടോ പാടി ഏതോ TV-യിൽ വന്നിട്ടുണ്ട്, ഉറപ്പാണ്. എൻ്റെ ഓർമ്മ തെറ്റാറില്ല. ആ കുട്ടിയെ ഫുള്ളായിട്ട് പാടിച്ചായിരുന്നു. ഇപ്പം ഇത് ഇറങ്ങിയ സമയത്ത് ആ കൊച്ചു ഭയങ്കര ഹിറ്റായി. പിന്നെ അത് പാട്ട് അത്ര ഹിറ്റ് അല്ലായിരുന്നു. ഒരു കാലം സ്റ്റേജ് ഷോസ്. ഇപ്പോഴെവിടെയാ എന്താന്ന് സത്യം പറഞ്ഞ അറിയത്തില്ല. എന്തെങ്കിലും എവിടെയെങ്കിലും ഒന്ന് കാണുവാണെങ്കിൽ ആ മോക്കൊരു അതെ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഫ്ലവേഴ്സിൽ വിളിച്ചിട്ട് വരൂ, നമുക്കൊരു 4 വരി പാടാം. അതേപോലെ നമ്മുടെ വെണ്ണില ചന്ദനക്കട, നമ്മുടെ ശബ്നം, ഇവരൊക്കെ ആ പാട്ടിലൂടെ അങ്ങ് ഹിറ്റായ ആൾക്കാരാ. പിന്നെ പക്ഷെ ഇപ്പൊ അവരെ കാണുന്നില്ല. എല്ലാവർക്കും ഒരു ഹൈ, എല്ലാ കുട്ടി ഗായകർക്കും. ഓൾ ദ ബെസ്റ്റ്. All the best. Thank you. അടിച്ചോളി കേട്ടാ. സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും. സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും. മനസ്സേ കരയരുതേ, മനസ്സേ കരയരുതേ,
സ്നേഹിച്ചാൽ സുഖം ലഭിക്കും, ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും. Sabar, 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 sabar. സൂപ്പർ. Excellent, super. സത്യം പറഞ്ഞ ഞങ്ങളുടെ ദേഹമൊക്കെ ഇങ്ങനെ രോമാഞ്ചം കൊണ്ടിട്ട് ഇങ്ങനെ വല്ലാതെ ഞാനോർത്തിനി എനിക്ക് മാത്രമാണ് ഡാൻസേഴ്സ് എല്ലാരും ഒന്ന് നിക്കാവോ? ഡാൻസേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, നിങ്ങളെല്ലാരും വലിയ ആർട്ടിസ്റ്റുകളാണ്, വലിയ വലിയ ആർട്ടിസ്റ്റുകളാണ്. കലാകാരന്മാരാണ്. മാത്രമല്ല നിങ്ങൾ ഇതിനകത്ത് ജീവിക്കുകയായിരുന്നു. കാരണം ഈ പാട്ടിൽ എപ്പോഴും നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ അഭിനയിക്കുന്ന ഒരു മുഹൂർത്തങ്ങളുണ്ട്, അഭിനയമല്ല ഇത്. നിങ്ങൾ യു ആർ ലിവിങ് ഇൻ ദിസ് സോങ്, ജീവിക്കുകയായിരുന്നു. അതിന് പറയാതിരിക്കാൻ പറ്റില്ല. ഹാറ്റ്സ് ഓഫ് ടു ഓൾ ഓഫ് യു, എസ്പെഷ്യലി ദ മെയിൻ ആർട്ടിസ്റ്റ്. ഒരു നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം ക്രിയേറ്റ് ചെയ്ത് അത് എല്ലാവർക്കും അത് ഒരു 5 നിമിഷം 6 നിമിഷം കൊണ്ടാണ് നിങ്ങൾ കംപ്ലീറ്റ് ഈ സെറ്റ് മൂഡ് മാറ്റിയെടുത്തത്. ആ കുഞ്ഞ് കണ്ണ് ഇല്ലാത്ത കുട്ടി പോലെ അങ്ങനെ ലാസ്റ്റ് പോയി അവിടെ ഇരുന്നതും, നിങ്ങൾ ഓരോ ആളും ആ സർക്കസ് കാണിച്ച അദ്ദേഹം, നിങ്ങളുടെയൊക്കെ ആ ഒരു 5 മിനിറ്റ് ഈ പാട്ടാണെങ്കിൽ കൂടി അത് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയ ഒരു പേടി അത് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നിങ്ങൾ എത്ര വലിയ കാര്യമാണ്, എത്ര ടെൻഷൻ. ഈ പാട്ടിന് അങ്ങനെ ഒരു ഫീൽ ഉണ്ട്. ആ ഫീല് നിങ്ങൾ ഉൾക്കൊണ്ട് ചെയ്തു എന്നുള്ളതാണ്. നിങ്ങളെ പിന്നെ പിന്നെ ഡാൻസർ മാത്രമാണോ അതോ ആക്രോബാറ്റിക് ഇത് പഠിച്ചിട്ടുണ്ടല്ലേ? ഇല്ലെന്നുണ്ടെങ്കിൽ 5-6 പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാല് നട്ടല്ലൂരിപ്പോവും. ചെയ്യാൻ പറ്റില്ല. ഗംഭീരമായിരുന്നു കേട്ടോ, അസലായിരുന്നു കേട്ടോ, അസാധ്യമായിരുന്നു. ആക്ച്വലി ഈ പാട്ട് നമ്മള് പാട്ടായിട്ട് കാണുമ്പോ തന്നെ നമുക്കൊരു ഫീൽ വരുന്ന പാട്ടാ. അത് ഇങ്ങനെ ഒരു വേദിയിൽ റീക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നതിന് ഇനി മെയിൻ ഒരു റീസൺ ആ കുഞ്ഞ് അത്ര ഫീൽ ആയിട്ട് പാടി. ഇവിടെ ഒരാൾ ശരിക്കും നിന്ന് കരയാ. ഞാൻ അല്ല മാത്രമല്ല മോള് ആ അന്ധയായിട്ടുള്ളൊരു കുട്ടിയായിട്ട് പിന്നെ അഭിനയിക്കുക മാത്രമല്ല, അഭിനയം അസാധ്യമായിരുന്നു. പക്ഷേ പാടിയതിനകത്ത് ആ പാട്ടിനകത്ത് ആ ഫീൽ ഉണ്ടായിരുന്നു. എക്സാക്ട്ലി ആ ഫീല് കൊണ്ടുവന്നു മോള്. ഇപ്പം സ്വപ്നം തേജിച്ചാൽ സ്വർഗം എന്ന് പറഞ്ഞാൽ പോയി, സ്വപ്നം തേജിച്ചാൽ സ്വപ്നം, ആ ഒരു ഫീല് വരുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ടിനെ എൻഹാൻസ് ചെയ്യും. പിന്നെ ഈ വരികൾ അങ്ങനെയാണ്. ഇതിനെപ്പറ്റി പറയുമ്പോൾ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇത് വിനയൻ സാറിൻ്റെ പടമാണ്. രാക്ഷസ രാജാവ്, മോഹൻ സിത്താരയാണ് മ്യൂസിക്, ദാസേട്ടനും ബാക്കി നേരത്തെ പറഞ്ഞ പോലെ വിനയൻ സാർ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഉഗ്രമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം വിനയൻ സാറിന് ഒരു വലിയ ഹായ്. മോക്ക് ഒന്നും പറയാനില്ല, മോളെ കിടുക്കി, മോളെ അസാധ്യമായിട്ട് ഒരു ചെറിയ പോലും അവൾ ആ ഫീല് മാറ്റിയിട്ടില്ല. പിന്നെ ഒരു സ്ഥലത്ത് മാത്രം മോളെ ഒരു ശ്രുതി ഉണ്ടല്ലോ, അതായത് ഇനിയൊരു ജന്മം തന്നിടുമോ, അവിടെയും അതുപോലെ തന്നെ കുരുന്നുകൾക്ക് ആ 2 സ്ഥലത്തുള്ള ശ്രുതി അത് ഞങ്ങള് അത് നമ്മൾ ഡിലീറ്റ് ചെയ്തു. അത് ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ ഞങ്ങള് മനുഷ്യരല്ല. അല്ലല്ല, ഇവള് ഈ പാട്ട് ഇത്ര കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ഇത്രയും സംഗതികളെല്ലാം ശ്രദ്ധിച്ച് പാടണം. പക്ഷെ ഇവള് തുടക്കം തൊട്ട് അവസാനം ഒരു പാട്ട് തീർന്നിട്ട് പിന്നെ ഒരു 2 സെക്കൻഡ് കൂടെ ക്യാരക്ടറായിട്ട് എനിക്ക് ആ പയ്യന്മാരെയൊക്കെ ചെന്ന് ഒരു ഒറ്റ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം വേണ്ട പിന്നെ അല്ല കാരണം അവര് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന അല്ലതേ ആ അമ്മയെ തൊഴിച്ചു ഇത് ചെയ്തു, കൊച്ചിന്റെ പൈസ മേടിച്ചു. അല്ല ചേട്ടാ, ആ ഒരു ഫീല് നമുക്ക് തന്നു. അതായത് ചിലര് ഫീല് തന്നാ എന്തിനാ അവരെ ഇടിക്കുന്നേ? അല്ല ആ ക്യാരക്ടറിനെ ഇടിക്കാൻ തോന്നി. ഓ അങ്ങനെ ആ ക്യാരക്ടറിനെ പോയി. കാരണം വെറും 1 മിനിറ്റ് കൊണ്ട് ആ ഫീൽ അവര് തന്നെങ്കിൽ നിങ്ങളുടെ കലാകാരന്മാരുടെ മഹത്വം നിങ്ങൾ എത്ര കുറച്ചുകൂടെ നിങ്ങൾ ആ അമ്മ മറ്റേ ഒരു പ്രകടനം നടത്തിയ ചേച്ചി വന്ന് നിങ്ങളെ 2 തല്ലിയാണ്. കൊച്ചിന്റെ പൈസ എടുത്തോണ്ട് പോയി. പക്ഷെ നമ്മുടെ ഡാൻസേഴ്സിന്റെ പെർഫോമൻസ് പറയാതിരിക്കാൻ പറ്റില്ല. അവര് കിടിലൻ, എല്ലാവരും വന്നവരും പോയവരെല്ലാവരും കളിക്കുന്ന വലിയ കയ്യടി അറിയിക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവരും കലക്കി. ഇവിടെ ക്യാരക്ടേഴ്സ് എല്ലാവരും ഇങ്ങനെ നമ്മളെ കരയിപ്പിക്കുന്നു, അവര് കരയുന്നു. കൂട്ടത്തിൽ ഒരാള് അവിടെ ഇരുന്ന് നിറ കണ്ണുകളോടുകൂടി മകളുടെ പെർഫോമൻസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ
എങ്ങനെയുണ്ടായിരുന്നു മോളുടെ പെർഫോമൻസ്? ഇഷ്ടപ്പെട്ടോ? ഭയങ്കര വിഷമോ. ഇതൊരു 5 മിനിറ്റ് കണ്ടിരിക്കുമ്പം തന്നെ വല്ലാണ്ട് നെഞ്ചു പൊട്ടുന്നു. ഞാൻ ആലോചിക്കുക, ഇങ്ങനെയുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന മക്കളെ നമുക്കൊരു അമ്മ 5 മിനിറ്റ് പോലും കണ്ടിരിക്കാൻ പറ്റുന്നില്ല. സത്യമാണ് അല്ലേ? സത്യം. എന്തായാലും അങ്ങനെയും ജീവിതങ്ങളുണ്ട്. അതെ. എന്താ ചെയ്യുക, കാരണം ദൈവം ഓരോരുത്തർക്കും അല്ലേ ഓരോ തലയിൽ ഓരോ വര കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു വാക്കേ പറയാനുള്ളൂ, ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും സുഖങ്ങളും നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്തായാലും മോക്ക് തരാൻ ഒരു ചെറിയ മുട്ടായി ഉണ്ട്. അതായത് ദാറ്റ്സ് 100 out of 100. ആടിയൊരു വിനയനൻ ഹരിപ്പുക്കുറ്റി. കാലക്ക് കേട്ടോ, അടിച്ചു പൊളിച്ചു. ആളുടെയും കണ്ണു നിറഞ്ഞു. അവള് കൊറേ നേരമായിട്ട് കരയുന്ന, അതാ ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞു. സാർ ഇനി Happy ആയില്ലേ? കരയണ്ട കേട്ടോ, നീ കരയണ്ട കേട്ടോ. കൂട്ടക്കരച്ചിലാവും കൂടെ. അതെ. സിനിമയിലൊക്കെ കരഞ്ഞോണ്ട് പാടാൻ പറ്റും, ആ. പക്ഷെ റിയലായിട്ട് പാടുന്ന ഒരാൾക്ക് ഒരിക്കലും കരഞ്ഞാൽ പാടാൻ പറ്റില്ല. ഈ കുഞ്ഞ് അഭിനയിക്കുക, അതിന്റെ ഇടയിൽ കരച്ചിലും, അതിന്റെ ഇടയിലാണ് ഇത്ര നന്നായിട്ട് പാടിയെന്ന് ഓർക്കണം കേട്ടാ. സൂപ്പർ. കലക്കി, ഇടിക്കുക. സിനിമയില് അഭിനയിക്കുന്ന ആള് വേറെ, പാടുന്ന ആള് വേറെ. അതെ. ഇത് രണ്ടും ആ കുഞ്ഞ് ചെയ്തപ്പോ സൂപ്പർ. താങ്ക് യു. Bye. അതെ, ആ, എന്തോ ഒരു ചെറിയ ടാസ്ക് തരികയാണ്. ഓക്കെ. ഓക്കെ, ആ, എനിക്കൊരു 10 കുപ്പി വെള്ളം വേണം. ഏ? 10 കുപ്പി വെള്ളം. എന്നെ കുടിപ്പിക്കാനാണോ? അതെ, എത്ര കുപ്പി ഒറ്റയടിക്ക് കുടിക്കുമെന്ന് പറയും. ഈ 10 കുപ്പി വെള്ളം പോരട്ടെ. ശരിക്കും കുടിക്കണോ? ഗെയിമാണ്, കുടിച്ചേ പറ്റൂ. മീനുട്ടി കുടിക്കാൻ അവിടെ നിൽക്കും. ഞങ്ങളൊന്നുമില്ല. ഇല്ല, നിങ്ങൾ രണ്ടുപേരും 5-5 വെച്ച് കാണിക്കുക. ഞാൻ അതിനകത്ത് എന്തെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും 1 5 കുപ്പി. ആ, ഇത് 10 കുപ്പി വെള്ളമുണ്ട്. ഉവ്വ. ഓക്കെ, ആ, ഇതൊന്ന്, 1 2 ഇത് 2, ആ, ഇത് 3 ആ, ചേർത്ത് വെച്ചേ, 1 2 3 4 4. അപ്പം ആരാണ് ആദ്യം കുടിക്കാൻ പോണേ? ഡേഞ്ചേട്ടൻ. ആണോ? അല്ല അല്ല, ഞാൻ ആവശ്യത്തിലധികം വെള്ളം കുടിക്കില്ല. ഇല്ല ഇല്ല, ഡേഞ്ചേട്ടൻ കുടിക്കും. അപ്പൊ എനിക്ക് വേണ്ട. ആ, ഒരു കാര്യം, ആ. അപ്പൊ ഇതൊന്ന്, ആ, ഇത് 2 കുപ്പി, രണ്ട്. ആ, ഇത് 3 കുപ്പി, 4. ഇത് 4 കുപ്പി. ഉം. ഇത് വലത്ത് വശം, ആ, കാണുന്നവരുടെ ഇടത്ത് വശം. ഓക്കെ. ഇത് നേരെ റിവേഴ്സിലാക്ക്. ഇനി ഇവിടെ 4 വരണം, അതന്നെ ഇവിടെ ഇതങ്ങോട്ട് 3 വരണം, ഇവിടെ പെറുക്കി 2 വരണം, അവിടെ 1 വരണം. മീനൂട്ടി തുടങ്ങാം. 10 ഡേഞ്ചേട്ടൻ മിനിറ്റ് എടുത്ത് പെറുക്കി വെക്കി. അങ്ങനൊന്നുമില്ല. മീനൂട്ടി ചെയ്തിട്ട് ഞാനല്ല. 1 ഉം. 2 ഉം. 3 ഉം. 4. അതെങ്ങനെ? ഇല്ലല്ലോ, എന്ത് അത് വേറൊരു കാര്യം. എല്ലാത്തിനും പെറുക്കി വെക്കാൻ പാടില്ല. പിന്നെ ഒരെണ്ണേ മാറ്റാവുള്ളൂ മോളെ, ഒരെണ്ണം മാറ്റാൻ പറ്റും. ഒരെണ്ണം മാറ്റാം. ഏതെങ്കിലും ഒന്നിൽ എടുത്ത് 1 വെച്ചിട്ട് 4 ആക്കണം. ഇപ്പൊ ശരിയാക്കി തരാം. ഉം. ഇതെടുക്കാലോ? എടുത്തോ. ആ, കഴിഞ്ഞു. അപ്പൊ 2 1 3 4 ആയി. ഒരെണ്ണേ മാറ്റാം. അപ്പൊ ഇതല്ലാതെ ആ, ഓ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ലേ എല്ലാവർക്കും ചെയ്യാമല്ലോ. ഞാൻ ചെയ്യട്ടെ. മീനൂട്ടി നോക്കട്ടെ. ആ, ബുദ്ധിയില്ലാത്ത ആൾ ആദ്യം നോക്കട്ടെ. അതെ. ഇതിനകത്തൊന്ന് വേണമെന്നുണ്ടെങ്കിൽ ദാ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കാം. ആ, ഒറ്റ എണ്ണം ഒരെണ്ണേ മാറ്റാവുള്ളൂ, ഒരെണ്ണം. തിരിച്ച് അതുപോലെ വരണം. 1 2 3 4. അവിടുന്ന് 1 2 3 ഇവിടെ 4 വരണം. എങ്ങനെ വരും? ഡെയിൻ അറിയാവുന്ന ഡെയിൻ അറിയോ? അല്ല മീനട്ട് ചെയ്യ്. മീനുട്ടി തോറ്റു, മീനുട്ടി തോറ്റു. ആ തോറ്റു തോറ്റു തോറ്റോ? ആ തോറ്റു. ഡെയിൻ ചെയ്യൂ. ചേട്ടെ. ആ ചെയ് ചെയ്. ഒറ്റപ്പിടി. ആ correct, correct, 1 correct. 2 3 4. correct. എങ്ങനെ? ആയി ഇല്ല, അവിടെ 1 ആണ് ഇരിക്കുന്നത്. അല്ല ഇത് 3 ആയതേ ഉള്ളൂ. ഇല്ല ദേ ഇല്ല, 4 ആയി. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞുതരട്ടെ. അതിൽ നിന്ന് 3 എണ്ണം എടുക്കും. അങ്ങ് അറ്റത്തെ ഒഴിച്ച് എന്നിട്ട് അങ്ങ് അറ്റത്തോട്ട് പോയി. ഇപ്പൊ എന്തായി? ഇപ്പൊ ഒന്നും ആയില്ല. 1 3 2 ഒന്നും ആയില്ല. അതെ, ഡെയിൻ വെച്ചതാണ് ശരി.
എന്താ? ആ അതാ ഇപ്പൊ കറക്റ്റ് ഇനി ആയി. നോക്ക്, നോക്ക്. 1 2 3 4 2 3 4 4. അതവൻ ആദ്യം ചെയ്തു. ഇതില് തോറ്റത് ഇപ്പൊ ചേട്ടനാ. റിമി ചേച്ചി എനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. ഒന്നും. ഫയൽമാൻ വീണേ. എനിക്കെന്താ സംഭവിച്ചെന്നോ, ആദ്യം കളി പറഞ്ഞു തന്ന കഥ ഞാൻ കേട്ടില്ല. അത് കഴിഞ്ഞ് ഇവരെല്ലാരും ചിരിക്കുന്നു, ആസ്വദിക്കുന്നു. എങ്കിൽ പിന്നെ മറ്റേ കാര്യം ഒന്ന് ചോദിച്ചേര്. ഞാൻ റിമി ചേച്ചിയോടായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അതൊന്നും കിട്ടാൻ പോണില്ല. ചോദിച്ചോ. എന്നാലും ചേച്ചി പറ. അതായത് ഒരു ഓട്ട മത്സരം നടക്കുന്നു. അപ്പൊ റിമി ചേച്ചി രണ്ടാമത്തെ ആളെ പിന്തള്ളി. അപ്പൊ റിമി ചേച്ചി ഇപ്പൊ എവിടെ, ഏത് സ്ഥാനത്താ? 3 പേര്. 3 പേരാണ് ഓടുന്നത്. ആ. രണ്ടാമത്തെ ആളെ ഞാൻ പിന്തള്ളി ഞാൻ ഓടുവാണ്. ആ, അപ്പൊ ഇപ്പൊ ഏത് സ്ഥാനത്താ? രണ്ടാമത്തെ 3 പേരുന്നില്ല, 3 4 പേരല്ലേ? 5 എത്ര പേരൊക്കെ പേരാ? ഒരു ഓട്ട മത്സരത്തിൽ ഒരു പങ്കെടുക്കാം. 10 പേര് ഓടുന്നു. ആ 10 പേര് ഓടുന്നു. ആ 10 പേര് ഓടുന്നു. ആ. രണ്ടാമത്തെ ഏത് രണ്ടാമത്തെ? രണ്ടാം സ്ഥാനത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന രണ്ടാം ആളെ സ്ഥാനത്ത് നിൽക്കുന്ന പിന്തള്ളി. ഒരാളെ പിന്തള്ളി ഞാൻ ഫ്രണ്ടിൽ. അതിന്റെ അർത്ഥം ഞാൻ ഒന്നാമതല്ലേ? അല്ല, പിന്നെ തെറ്റുത്തരം. പിന്നെ ഒന്നുകൂടെ അല്ല. ചിന്തിച്ചു നോക്ക്. ദേ, ബിന്നി ആന്റി. ആ ഓട്ട മത്സരത്തിൽ ഒരുപാട് പേര് ഓടുന്നു. അതിൽ രണ്ടാം സ്ഥാനക്കാരന്റെ പിന്തള്ളി നമ്മൾ മുൻപിലോട്ട് കയറുമ്പോൾ നമ്മൾ ഏത് സ്ഥാനത്താണ്? ഏത് സ്ഥാനത്താ? ഏത് സ്ഥാനത്താ? രണ്ടാം രണ്ടാം സ്ഥാനം. സ്ഥാനം. അവിടുന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ ഞാൻ മറ വെച്ചു നോക്കിക്കോ. എല്ലാരും താങ്ക് യു ടോപ്പാൻ, താങ്ക് യു. ഓക്കെ, ഞാൻ പറയാം. ഇനി പറയാതെ ഒരെണ്ണം കൂടെ ഞാൻ ചോദിക്കാം. റിമി ചേച്ചി, ഓ ബിന്നി ആന്റി, ഇത് നമ്മള് ബിന്നിക്കാണ് പ്രത്യേകിച്ച് ആ ചോദ്യം. അതെ, കറിയിൽ ഇടാൻ വേണ്ടി വാങ്ങും, പക്ഷെ നമ്മൾ കഴിക്കില്ല. ബിന്നി ആന്റിക്ക് ഇത് എന്തായാലും പറയാൻ പറ്റും. അതെ, കറിയിൽ ഇടാനായിട്ട് മേടിക്കും. കറിവേപ്പില. അല്ല, അത് ചിലർ തിന്നും, നല്ലതാണെന്നും പറയാം. അതെ അതെ. ഈ കറിവേപ്പില അല്ല. കഴിക്കും. കറിയിലിടും, ആ പക്ഷെ കഴിക്കൂല. കഴിക്കില്ല. ഇതിൽ നമ്മൾ വിജയിക്കും. വിജയിക്കും. സാമ്പാർ പൊടി. സാമ്പാർ പൊടി എന്ത്? സാമ്പാർ സാമ്പാർ പൊടി മാറ്റി വെച്ചിട്ട് കഴിക്കുക. ഞാൻ തോറ്റു. സുല്ല്. നമ്മൾ ഇല്ലെങ്കിൽ സൊല്ലെങ്കിൽ ഇല്ലെങ്കിൽ സൊല്ല്. എന്നാ ഇതിൽ നമ്മൾ വിജയിക്കാൻ പോവാണ്. അതിന്റെ ഉത്തരം സ്പൂൺ. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇതിൽ ഞാൻ ചീറ്റിയെങ്കിലും ഇതിൽ മുൻകോപക്കാരി എന്നുള്ളൊരു പാട്ട് റിമിയെ വിളിച്ചോണ്ട് പോയി ചെയ്തു. ഞാൻ പറഞ്ഞു ഇതുപോലൊരു ഹീറോ റിമിക്ക് കിട്ടുകയല്ല. പക്ഷെ ആര്യനെ മെരുക്കാൻ ഇവിടെ ഒരാളെ സംസാരിച്ചു നോപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ല. ആര്യനോട് മിണ്ടാൻ പറ്റിയല്ല. ഈ കാട്ടായങ്ങളൊക്കെ കാണിക്കാം, വിളിക്കാം. ഭയങ്കര രസമാണ്. സംസാരിക്കുന്നതിന്റെ ഇടയിൽ നമുക്ക് ഇടപെടുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല ഇല്ല, അല്ല, എങ്ങനെ ആര്യനെ കണ്ടോണ്ടുകൂടി എല്ലാ പിള്ളേരും വന്ന് റിമി ചേച്ചി എന്നോടോടെ മനസ്സിലാക്കി. എക്സ്ക്യൂസ് മീ, ഞങ്ങളിങ്ങനെ ഒരാളെ പറ്റി ഇങ്ങനെ സംസാരിക്കും. നിങ്ങൾ കേട്ടോ? അതെ, നമുക്ക് ഇങ്ങനെ പറഞ്ഞു പിടിച്ചത്. അപ്പൊ പ്രേക്ഷകരെല്ലാരും ചോദിക്കുന്നുണ്ടാവും അതാരാണ് അയാൾ? ആരാന്ന്. അതെ, അതിന്റെ ഉത്തരം ആര്യൻ. Let's welcome ആര്യൻ on stage. പിടിച്ചിരുന്നോ? ആരാ? നീ ഒന്നും നീ മറന്നില്ലടാ. നീ മറന്നില്ലേ? ഞാനത് പെട്ടെന്ന് അത് വിട്ടു. ഇതാരാ ഇത്? രാധാകൃഷ്ണൻ. രാധാകൃഷ്ണനാണ്. ആ, ചാന്തുപൊട്ടിലെ. ചേട്ടൻ നമ്മുടെ കണ്ടസ്റ്റന്റ് ആണോ? അല്ല, ആര്യൻ എവിടെ പോയി? പേരെന്താ? ആര്യനെ ആണല്ലോ വിളിച്ചത്. ആര്യൻ പുറത്തുണ്ട്. ഓ, ഇദ്ദേഹത്തിന്റെ പേരെന്താ? ചാന്തുപൊട്ടി. ചാന്തുപൊട്ട് എന്നുള്ള പേര്. അപ്പൊ ചാന്തു എന്ന് വിളിക്കട്ടെ. ചാന്തു. രാധ. രാധ. ആ, അല്ലെ, എനിക്കിപ്പോഴും മനസ്സിലായില്ല ഇത് നമ്മുടെ ആര്യൻ എവിടെ. ഞാൻ അവനെ നോക്കിയിരിക്കുക. അവൻ പാട്ട് കാരണം എത്ര ഒരു മാസമായിട്ട് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുക അവനെ. അതെ, ഇത് പ്രാർത്ഥിച്ചു. ആര്യനാണ്. ആര്യനാ? ആര്യൻ ചാന്തുപൊട്ടായി മാറി. ശരിക്കും സത്യമാണ് ഈ ഇത് പറയുന്നേ. ഒന്ന് നോക്കട്ടെ, കാണിച്ചേ. ചിരിച്ചേ, പല്ല കാണിച്ചേ. ഇപ്പൊ ആര്യനാ? കൺഫേം ആര്യൻ തന്നെ. റിമി ചേച്ചി മുടി ഇങ്ങനെയാക്കിയത് അവൻ എന്തെല്ലാം ശ്രദ്ധിക്കുന്ന ഈ കഴിഞ്ഞ പ്രാവശ്യം കണ്ട മുടിയായിരുന്നോ ഇതായിരുന്നോ ഇഷ്ടം? എല്ലാ ദിവസം കാണുമ്പോ മടുക്കല്ലോ. നീ വരുന്ന പറഞ്ഞാൽ ഞാൻ കുറച്ച് വെറൈറ്റി ലുക്ക് പിടിക്കാന്ന് വിചാരിച്ച. ഇന്നത്തേത് തന്നെയാണ് ഇഷ്ടം. ക്യാരക്ടറല്ല. എന്നാ പെട്ടെന്ന് തന്നെ നമുക്ക് പെർഫോമൻസിലോട്ട് പോവാം. അല്ല, ഏത് പാട്ടാ? ഓമനപ്പുഴ കടപ്പുറത്തിൻ ഓമനി. അയ്യോ, സമ്മതിച്ചു കേട്ടോ ഇവനെ. ഓമനപ്പുഴ കടപ്പുറത്തിൻ. ഓമനി. പിന്നെ അത് കഴിഞ്ഞ്
അത് കഴിഞ്ഞ് സിനിമ ചാന്തുപൊട്ടി. ചാന്തുപൊട്ട്. പിന്നെ അത് കഴിഞ്ഞ് മ്യൂസിക് ഡയറക്ടർ വി 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 ആ വിദ്യാസാഗർ. വിദ്യാസാഗർ സാറ്. ചെറുതായ ഒരു ആട്ടം മാത്രമേ ഉള്ളൂ. തിരിച്ചു ലിറിക്സ് വയലാർ ശരത് ചന്ദ്ര വർമ്മ. അത് വെച്ചാൽ വയലാർ രാമവർമ്മ അങ്കിളിന്റെ മോൻ. ഓ പാടിയതാരാ? പാടിയത് വിനീത് ശ്രീനിവാസൻ അങ്കിൾ. ആണോ? അത് വെച്ചാൽ ശ്രീനിവാസൻ അങ്കിളിന്റെ മോൻ. ഈ കൊല്ലം ഏതാന്ന് അറിയണ്ടേ? അറിയണം. 2005. ഓ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വരുമല്ലോ. ഞങ്ങളെ നാണിപ്പിക്കാതരാ. ഇനി നമുക്ക് പാട്ടിലേക്ക് കിടന്നാലോ? പാട്ടിലേക്ക് കിടക്കാം. എപ്പോഴെങ്കിലും ആര്യനെ ഒന്ന് കാണാൻ കിട്ടുവാവോ? ഇതാദ്യനാ. ഞാൻ പോകുമ്പോ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു കേട്ടോ. അഞ്ചാംഗ്ലേ റിമി ചേച്ചി, എന്തോ നമുക്ക് പാടി കളിക്കണ്ടേ? പിന്നെ രാധാകൃഷ്ണ, എന്താ? നമുക്ക് തുടങ്ങിയാലോ? ഓക്കേ. ഓമനപ്പുഴ കടപ്പുറത്തിന്നോമനെ പൊന്നോമനെ, ഈ നല്ല മുഖം വാടിയതെന്തിങ്ങനെ ഇങ്ങനെ? ഓമനപ്പുഴ കടപ്പുറത്തിന്നോമനെ പൊന്നോമനെ, ഈ നല്ല മുഖം വാടിയതെന്തിങ്ങനെ ഇങ്ങനെ? നീ കരഞ്ഞാലീ കരയില് പാതിരാ, നീ ചിരിച്ചാലീ തുറയ്ക്ക് ചാകരാ. നീ കരഞ്ഞാലീ കരയില് പാതിരാ, നീ ചിരിച്ചാലീ തുറയ്ക്ക് ചാകരാ. വേചായമിടുന്നേ അന്തിമാനമെന്നോണം, നുണക്കുഴിച്ചേലുള്ള നിൻ കവിളിന്മേൽ. വേചായമിടുന്നേ അന്തിമാനമെന്നോണം, നുണക്കുഴിച്ചേലുള്ള നിൻ കവിളിന്മേൽ. അഴകുള്ള താളമേ, ഒഴുകുന്നോരോളമേ, മതി മതി പിണക്കമെന്റെ ചന്തമേ. ഓമനപ്പുഴ കടപ്പുറത്തിന്നോമനെ പൊന്നോമനെ, ഈ നല്ല മുഖം വാടിയതെന്തിങ്ങനെ ഇങ്ങനെ? പിറകെ കാമുകന്റെ കണ്ണുകൾ, നിൻ വഴിയിൽ കാത്തുനിന്ന വണ്ടുകൾ. നിൻ പിറകെ കാമുകന്റെ കണ്ണുകൾ, നിൻ വഴിയിൽ കാത്തുനിന്ന വണ്ടുകൾ. കൊതിയോടെ വരുന്നേ, മൂളിപ്പാടി വരുന്നേ, ഇടയ്ക്കിടെ ചുണ്ടത്തൊരുമ്മ തരാനായി. കൊതിയോടെ വരുന്നേ, മൂളിപ്പാടി വരുന്നേ, ഇടയ്ക്കിടെ ചുണ്ടത്തൊരുമ്മ തരാനായി. കടലിന്റെ പൈതലേ, കരളിന്റെ കാതലേ, കടമിഴി വീശി മെല്ലെയൊന്നു നോക്കണി. ഓമനപ്പുഴ കടപ്പുറത്തിന്നോമനെ പൊന്നോമനെ, ഈ നല്ല മുഖം വാടിയതെന്തിങ്ങനെ ഇങ്ങനെ? ഓമനപ്പുഴ കട
നമസ്കാരം. നമസ്കാരം. കാലയ്ക്ക് മോനെ, കാലയ്ക്ക്. താങ്ക് യു. ആ രാധാകൃഷ്ണൻ എന്നുള്ള ആ ക്യാരക്ടർ മോൻ ഇപ്പോഴും മാറിയിട്ടില്ല. ഇനി വേണേ മാറാം, കുഴപ്പമില്ല. അല്ല എന്നാലും മാറാം. പറ്റുന്നില്ല ഇവന്. ആ കൈ അവിടെ ഒട്ടിപ്പോയോ? ഇല്ലല്ലോ. ആ അപ്പൊ ആ രാധാകൃഷ്ണൻ എന്നുള്ള ക്യാരക്ടർ അതിഗംഭീരമായിട്ട് തുടക്കം മുതൽ അവിടുന്ന് വന്ന് ഇവിടെ നിന്ന് പാടാൻ തുടങ്ങി, നമ്മുടെ അടുത്ത് സംസാരിച്ചതിന് ശേഷം തുടങ്ങി ഇതുവരെ മെയിൻറ്റെയിൻ ചെയ്തു. എന്നിട്ട് അസാധ്യമായിട്ട് പാടി എന്നുള്ളതിൽ ഞങ്ങൾ വലിയൊരു കൈഡിയായിരുന്നു, ഒരു വലിയ കൈഡി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. റിമി ചേച്ചി, എന്താടാ ഇതെന്താ ഈ കയ്യിൽ മാത്രം വള, മറ്റേതില്ല? അവൻ നോട്ട് ചെയ്യണത് നോക്കുന്ന അതെ, എക്സ്ക്യൂസ് മീ, യെസ്. ഒരു പാട്ടിനെ കുറിച്ചുള്ള കമന്റ് പറയുമ്പോ നീ മറ്റേ പെണ്ണുങ്ങളുടെ കയ്യിലെ വള നോക്കുകയാണോ? അവൻ വിചാരിച്ചു കഴിഞ്ഞെന്ന്. ഞാൻ മഞ്ഞ അങ്ങട് വരണ്ടി വരുമെന്നാ ഏ അവൻ എന്നെ കാമുകാന്നൊന്ന് വിളിച്ചു, അത് ഞാൻ വിട്ടു, ഫോട്ടോന്ന് വെച്ച്. എന്നിട്ട് ഇതിനിടയ്ക്ക് അവൻ പാടിക്കൊണ്ടിരുന്നപ്പം ഒരു ഡയലോഗ് ഒന്ന്, എന്താണ്, നിൻ പിറകെ കാമുകന്റെ കണ്ണുകൾ. അതായത് റിമിയുടെ ഇവളെ നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് എന്നെ, നിൻ പുറകെ കാമുകന്റെ കണ്ണുകൾ, എന്നിട്ട് അവിടെ നിൻ വണ്ടുകൾ. വഴിയിൽ കാത്തു നിന്ന വണ്ടുകൾ എന്ന് പറഞ്ഞു. ചക്കര എന്താണേലും സൂപ്പറായി, അസലായി. നോക്കൂ പ്രേക്ഷകരെ, ഇവനൊരു അസാധ്യ ഒരു കലാകാരനാണ്. നാളത്തെ വളർന്നു വരുന്ന വലിയൊരു കലാകാരനായി തീരും. കാരണം ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ക്യാരക്ടർ പിടിച്ച് അവൻ, അതെ. അതും ഒരു കൊച്ചു കുഞ്ഞ് മനോഹരമാക്കി അവതരിപ്പിച്ചു. മോനെ, എനിക്കൊരു ഇത്, ഇപ്പൊ കാമുകന്റെ കണ്ണുകൾ, ഇതൊക്കെ മോന് തോന്നിയതാണോ, ചെയ്തതാണോ, മുമ്പേ പ്ലാൻ ചെയ്തതാണോ? അരിയുടെ അർത്ഥമൊക്കെ അറിയായിരുന്നു നിനക്ക്? അപ്പൊ എം ജി ചേട്ടനെ ഇങ്ങനെ കാണിക്കണമെന്നും അവരെ നോക്കി വണ്ടുകൾ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തോണ്ട് വന്നോ? ആരും പഠിപ്പിച്ചതല്ല, തന്നെ തോന്നി. പ്ലാൻ ചെയ്തു. പഠിപ്പിച്ചോ? ആരെങ്കിലും പറഞ്ഞു തന്നോ? അച്ഛൻ ലേശം. അച്ഛൻ ലേശം അത്ര ഉള്ളൂന്ന്. പക്ഷെ ബാക്കിയൊക്കെ ഞാനാ. അതെ. അച്ഛൻ അത്ര ശരിയല്ല കേട്ടോ. എനിക്കും ഒന്നും ചക്കര പറയാനില്ല. എന്താ? എനിക്ക് നിന്നെ ഇഷ്ടായടാ. ഇഷ്ടല്ല, ഇഷ്ടം. എനിക്ക് ഇഷ്ടം കൂടുമ്പോ ഞാൻ ഇഷ്ടം എന്ന് പറയുള്ളൂ. ഇഷ്ടം. ശോ, ഇതിന് മാത്രം ഇനിയിപ്പൊ ഈ ഇഷ്ടം എല്ലാം കൂടെ ഞാൻ എന്നാ ഇപ്പൊ ആരോട് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടം എന്ന് എനിക്ക് അറിയത്തില്ല. ഒരാളെ കാണുമ്പോ ഒരാളെ കാണുമ്പോ ഒരാള്. ഇപ്പൊ നീ നമ്പർ 1, ആര്യ നമ്പർ 1. യു ആർ മൈ ഫേവറേറ്റ്. താങ്ക് യു. ഓക്കെ, വെളിയിൽ ചെന്ന് മറ്റേ റിമി മോളോടൊന്ന് അവനെങ്ങാനും അറിഞ്ഞ അണ്ണൻ ഇത് മിക്കവാറും പ്രശ്നമാണ്. റിമിയുടെ ഈ ഷോട്ട് കട്ട് ചെയ്ത് വെക്കണേ, അണ്ണൻ വരുമ്പോ നമുക്ക് കാണിക്കേണ്ടതാ. അണ്ണനും ഇവനും പോരെ, എന്റെ ബോയ് ഫ്രണ്ട്സിനെ ഞാൻ ഫിക്സ് ചെയ്യാണ്. ഓക്കെ, ഏതണ്ണൻ? അവന് ഫീൽ ചെയ്തിട്ടോ. എടാ ഒരു അറിയാതെ ഏതാണ് അണ്ണൻ എടാ ഒരു ദേവേട്ടനുണ്ട് എനിക്ക്, ഒരു ദേവേട്ടനും ഒരു ആര്യനും കേട്ടോ. നിങ്ങൾ രണ്ടുപേർക്കും എന്റെ സ്നേഹം പകുത്ത് നൽകുവാണ് ഞാൻ. എടാ മോനെ, ഞങ്ങളുടെ ഒരു ആഗ്രഹം, നീ ഇപ്പോഴെങ്കിലും കയ്യെന്ന് താഴെ വെച്ചൊന്ന് ആര്യനെ ആര്യനെ ഒന്ന് കാണിക്കാവോ? ഭയങ്കര ക്യൂട്ടാട്ടോ. മക്കളെ, എന്തോ? അങ്കിൾ ആദ്യത്തെ സീസൺ തൊട്ട് ഈ ടോപ്പ് സിംഗറിൽ ഇരിക്കുന്ന ഒരു പാവം വഴി വ്യക്തിയാണ്, ഒരു പാവം വ്യക്തിയാണ്. ആ. 1-ാം സീസൺ തൊട്ട് ഇത്രയും 4-ാം സീസൺ വരെ ഒരുപാട് കുട്ടികൾ ഈ പാട്ട് ഇവിടെ പാടിയിട്ടുണ്ട്. പക്ഷേ ഈ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്ത് ഇത്രയും പെർഫെക്റ്റ് ആണ് മോൻ്റെ. ഈ ചില സംഗതികൾ അറ്റത്തുള്ള ഓ അങ്ങനെയുള്ള അതൊഴിച്ച് ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിട്ട് പാടുകയും ഈ ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യുകയും ഇത്ര പോസിറ്റീവായിട്ട് എല്ലാവരുടെ അടുത്ത് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടിയെ ഞാൻ കണ്ടിട്ടേ. ഐ എം വെരി പ്രൗഡ് ഓഫ് യു ആര്യൻ. കാരണം വേറൊന്നുമല്ല, മോൻ്റെ പെർഫോമൻസ് ഏത് പാട്ടാണെങ്കിലും അത് ജനങ്ങൾ ഏറ്റെടുക്കുന്നു. വേറൊന്നുമല്ല, മോൻ്റെ ആറ്റിറ്റ്യൂഡാണത്. കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, അത് അങ്ങനെ മുമ്പോട്ട് പോട്ടെ. പാട്ടിലും അതുപോലെ അങ്ങ് ശ്രദ്ധിച്ചാൽ ആര്യൻ ഒരു 1.5 ആര്യനല്ല, ഒരു 200 ആര്യനായിട്ട് മാറും. സന്തോഷമായല്ലോ? ഓ, സന്തോഷായി. എന്താ ചെയ്യുന്നേ? ഞാൻ ഒരു ഫീൽഡ് വർക്ക് ആയിരുന്നു. ആ, പിന്നെ മോന്റെ കൂടെ പോയില്ലെങ്കിൽ ശരിയാവൂല. അത് കറക്റ്റ് അല്ലേ? ശരിയാവില്ല അല്ലേ? പറഞ്ഞേട്ടോ, കൂടെ പോയില്ലെങ്കിൽ ശരിയാവില്ല. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാല് എം ജി സാറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എം ജി സാറിന്റെ മുന്നിൽ എന്നെ എത്തിക്കണം എന്നുണ്ടായിരുന്നു. അതിന് ഫ്ലവേഴ്സ് ചാനലിനോട് വലിയൊരു നന്ദി പറയാണ്. എനിക്ക് മോനെ എത്തിച്ചിട്ട് എം ജി സാറിന്റെ ഒരു അഭിപ്രായം കിട്ടുകയെന്നാണ് എനിക്ക് വലിയൊരു കിരീടം കിട്ടും പോലെ. താങ്ക് യു. അപ്പം ഞങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ മോന് നല്ലൊരു കലാകാരനായിട്ട് മാറും
എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. ഓക്കെ, ആ. സോ ഞങ്ങൾ മനസ്സ് തുറന്ന് ഞങ്ങൾ 3 പേരും കൂടെ തരികയാണ്. ഇറ്റ് ഈസ് 100 out of 100. ആടിയൊരു രാധപ്പൂക്കുറ്റി. ഈ ചിരിതൊക്കെ സന്തോഷായോ? സന്തോഷായോ? ഹാപ്പി ആയല്ലോ? അല്ല, നാട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടു, ശരിയാണോ? ആരൊക്കെയാ? അച്ഛന്റെ കൂടെ ആരൊക്കെ വന്നിരിക്കുന്നത്? അച്ഛന്റെ കൂടെ സന്തോഷേട്ടൻ വന്നിട്ടുണ്ട്. ആഹാ, സന്തോഷേട്ടൻ. സന്തോഷേട്ടനും പിന്നെ 2 ചേച്ചിയോ ഒരു അമ്മയോ. സന്തോഷേട്ടാ നമസ്കാരം. നമസ്കാരം. സന്തോഷേട്ടാ എന്താ ചെയ്യുന്നേ? ഞാൻ കൺസ്യൂമർ ഫെഡിലാണ് വർക്ക് ചെയ്യുന്നത്. കൺസ്യൂമർ ഫെഡില് ബീവറേഴ്സിന്റെ സെക്ഷൻ സ്റ്റേറ്റ് ഹെഡാണ്. ഓഹോ, കയ്യടി വീഴുന്നു. വെറുകയോടാണോ വന്നേ? ദേ കണ്ടില്ലേ? എപ്പോഴും റെഡിയാണ്. അപ്പൊ ഫോൺ നമ്പർ വാങ്ങിച്ചോ? അതെ. അപ്പൊ എല്ലാവർക്കും നന്ദി ആര്യനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ വന്നതിൽ. താങ്ക് യു സോ മച്ച്. അപ്പൊ ആര്യ, അപ്പൊ അടുത്ത റൗണ്ട് നമ്മൾ പൊളിക്കും, പൊളിച്ചടക്കും. ബൈ ബൈ, സീ യു. കരിവണ്ടുകൾക്കും ഒരു ഹായ്, ഗുഡ് നൈറ്റും. ഇനി കാമുകനും ഒരു ഹായും ഗുഡ് നൈറ്റും. ഇനി 2 കാമുകിയും. അവൻ വേറെ വഴിയല്ല ഓടുന്നു. ആപ്പിൾ നിറഞ്ഞിടുന്നില്ലേ? പോ കാമുക. എന്നെ ശല്യം ചെയ്യണം ഭയങ്കരമായിട്ട്. നീ പറയണം കേട്ടോ ഒന്ന്. എനിക്കിങ്ങനെ സേഫ് അല്ല ഇവിടെ ഇരിക്കുന്നത്. മീനുട്ടി, എന്തോ എനിക്ക് തോന്നുന്നു സാറ് ഭയങ്കര ടെൻഷനില്ല. MG ഞങ്ങളോ? ആ, കണ്ട് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടോ? ടെൻഷനിലെപ്പോഴും എഴുന്നേറ്റ് നിൽക്കുന്നോ? ആ, അതായിരിക്കും. അടുത്ത ആൾ ആരാണെന്ന് അറിയാനുള്ള ടെൻഷനാണോ? ആകാംക്ഷയിൽ നിൽക്കാണോ സാർ? കൊറേ അല്ല, ഇച്ചിരി പ്രതിഷേധത്തില. നിങ്ങൾ കുറച്ച് തമാശ, അല്ലെ നിങ്ങൾ കുറച്ച് കൂൾ വർത്താനം പറയണു. പരിപാടിയിലുള്ള സീരിയസ്നെസ് നഷ്ടപ്പെടുന്നു എന്ന്. എന്നാ വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ കുശലം പറച്ചിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പരിപാടി തുടങ്ങാം. നീ മിണ്ടുന്നില്ല. നമ്മൾ സെറ്റപ്പായിരിക്കണം. ആളെ വിളിച്ചിട്ട് നിങ്ങൾ മിണ്ടോ എന്താന്ന് വെച്ചാൽ ചെയ്ത. ആളെ വിളിച്ചിട്ട് മിണ്ടാതിരിക്കാം. സാർ എന്തോ അവിടെ നിന്ന് കമന്റ് പറയുന്നുണ്ട്. ആളെ വിളിയിടാന്ന് പറയാൻ. ലെറ്റ്സ് വെൽക്കം നീഹാര ഓൺ സ്റ്റേജ്. നീ ഹാരമേ കൊടമാറ്റത്തിലെ കൊട പോലെ അടിപൊളി. ഇതെങ്കിലും ഒന്ന് ചിരിക്കും. നല്ല രസമുണ്ട്, നല്ല ഞാൻ വെറൈറ്റി. ഓരോ എപ്പിസോഡിലും 10 കോമഡി പഠിച്ചിട്ടായിരുന്നേ. ചിരിക്കും ഡേഞ്ചറും കാര്യവും അല്ലെങ്കിൽ. അല്ലേ, ഒരു കാര്യം പറയട്ടെ, ഇത് തോന്നിയാലല്ലേ ചിരിക്കത്തുള്ളൂ. കോമഡിയാണ്. എന്തോട്ടാണെന്ന് പറഞ്ഞു. ഇതൊക്കെ വഴിക്ക് പോന്നെന്നാ. അതെ, തൃശ്ശൂരിലെ കൊടമാറ്റം കൊട കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടാവല്ലോ. കുടമാറ്റം ഉണ്ട് ആലപ്പുറത്ത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കൊടകള്, അതെ, അതേപോലെയുള്ള കോസ്റ്റ്യൂം കണ്ടപ്പോ ഒരു ഹാസ്യം. എനിക്ക് തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചിരിക്കാത്തത്. കൊട ഇങ്ങനെയല്ലേ ഇരിക്കണ്ടേ? അല്ല, കൊട ഇങ്ങനത്തെ കൊടയില്ലേ? അങ്ങനെ. അപ്പൊ ഇത് കൊടയുടെ മേളിലുള്ള സ്ഥലം. കൊടയുടെ മേളിൽ ഇതായിരിക്കും. അതിനുശേഷം ഇങ്ങനെ ഇറങ്ങി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊടകളുണ്ട്. നീ എന്തിനാണ് മോനെ കൊട മാറ്റം പറയാൻ? അഡ്ജസ്റ്റ് ചെയ്യാം. മക്കളെ സോറി കേട്ടോ. എന്താ? അല്ല, ഞാൻ ഇവിടെ എടുത്താ ഇവിടെ സോറി കേട്ടോ. കാരണം വേറൊന്നുമല്ല, മരുന്ന് കഴിച്ചിട്ടില്ല. മനസ്സിലായോ? ഏതാണ് ഏത് പാട്ടാ പാടുന്നത്? ഏത് പാട്ടാ മോനെ? ആരാരും കാണാതെ. ആരാരും കാണാതെ. ചിത്രം ചന്ദ്രോത്സവം. എനിക്കറിയാം. പിന്നെ മ്യൂസിക് വിദ്യാസാഗർ മാസ്റ്റർ, ലിറിക്സ് ഗിരീഷ് പുത്തഞ്ചേരി സാർ. വർഷം 2005. പാടിയത് ജയേട്ടൻ. പാടിയത് പി ജയചന്ദ്രൻ സാർ.
കാണാതെ ആരോ മെത്തൈമുല്ല പിന്നെയും പൂവിടുമോ മോളെ നീഹാര എന്തോ നന്നായിരുന്നു മോളെ. നല്ല സെലക്ഷൻ, നല്ലൊരു പാട്ടായിട്ട്. കാരണം ഇതിന്റെ ഓർക്കസ്ട്രേഷനും ധ്യാജിയുടെ എല്ലാ പാട്ടിന്റെ ഓർക്കസ്ട്രേഷൻ സൂപ്പറാണ്. കാരണം നമ്മളെ ഏതോ ഒരു ലോകത്ത് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു ഓർക്കസ്ട്രേഷനാണ്. ആ വയലിന്റെ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഈ മേഘപാളികളിലൂടെ പറന്നുല്ലസിക്കുന്ന കാമുക ഹൃദയങ്ങളെ പോലെ നമ്മൾ ഇങ്ങനെ പറക്കും. അത് അങ്ങനെയാണ്. അത് അദ്ദേഹത്തിന്റെ ആ ടച്ച്, വിദ്യ ടച്ച് എന്ന് പറയും. പക്ഷെ മോക്കിന്ന് എന്തോ ഈ അനുപല്ലവും ചരണം വരുമ്പോഴത്തേക്ക് ആ ഷിഫ്റ്റ് പോർഷൻ ഉണ്ടല്ലോ. ഒന്ന് തൊട്ടാൽ താനെ മൂളാമോ മനസ്സിനുള്ളിൽ മൗനവീണേ ഒന്ന് തൊട്ടാൽ താനെ മൂളാമോ മനസ്സിനുള്ളിൽ മൗനവീണേ ഒരു പാട്ടിൻ ശ്രുതിയാവാൻ ഒരു മോഹം മാത്രം. താങ്ക് യു സർ. പക്ഷെ മോള് പാടിയപ്പം കംപ്ലീറ്റ് അങ്ങ് വിട്ടുപോയി. മനസ്സിലായല്ലത് മോളെ? അതായത് ഇപ്പോ ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പോവിടുമോ, ഇത്രയും മതി മോള്. പിന്നെയും പോവിടുമോ എന്നൊരു ഭയങ്കര ആ ഒരു ഭാഗമെല്ലാം കുറച്ചുകൂടെ ഫീൽ ആയിട്ട് പാടണം. അത് മോള് ഓപ്പൺ ആയിട്ട് അങ്ങനെ പാടണം. അതങ്ങനെ അതിനെ കൺട്രോൾ ചെയ്ത് പാടി വന്നിരുന്നുവെങ്കിൽ ആ മോളിലുള്ളതും വന്നേനെ. ഇതിപ്പോൾ താഴെ ഒരു വോയിസ്, മേലെ വേറൊരു വോയിസ്. മോള് നന്നായിട്ട് പാട്ടിട്ടുണ്ട്. കാരണം നല്ല പാട്ടുകാരിയാണ്. കാരണം സംഗതിയൊക്കെ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ശുദ്ധ സാവേരി രാഗം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു റഫായിട്ടുള്ള ഒരു രാഗമാണ് ശുദ്ധ സാവേരി. ത്രിപുര സുന്ദരേണി കേട്ടിട്ടുണ്ടോ? തേലോസു കൊണ്ടി ദാരിണി തേലോസു കൊണ്ടി. അത് ഒരു ഹെവി പീസാണ് എപ്പോഴും ശുദ്ധ സാവേരിക്ക് വരണത്. അവിടെയാണ് നമ്മുടെ ഇളയരാജ സാറല്ല മനമകളെ വാഴും കാലം സോടും ലല്ലലാ ലല്ലലാ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. വളരെ ഇതിനെ സോഫ്റ്റായിട്ട്. അതുപോലെ തന്നെ വിദ്യാസാഗർ സാറിന്റെ ഈ ഒരു സോഫ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അതിനകത്ത് ഒരുപാട് തിരുവോണപ്പുലരിയിൽ തിരുവോണപ്പുലരിതൻ തിരുമുൾ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി
തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. അപ്പൊ ഗോഡ് ബ്ലസ് യു മോളെ. താങ്ക് യു മാം. MG സാർ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ആ, എന്റെ ലൈബ്രറിയിലെ ഒരു മാമനുണ്ട്, മനോജ്. മാമൻ പറഞ്ഞു സാറിന്റെ സമയമിതപൂർവ സായാഹ്നം ആ പാട്ട് സാറിന് മാമന് ഭയങ്കര ഇഷ്ടാ. അപ്പൊ സാറ് ഒന്ന് പാടി. ഇപ്പൊ രണ്ടുപേരി അല്ലേ? സമയമിത പൂർവസായാഹ്നം അമൃതം ശിവമയ സംഗീതം. ഈ പാട്ട് എന്തായാലും ഫുള്ളായിട്ട് മനോജ് മാമന് വേണ്ടി ഞാൻ അടുത്ത എപ്പിസോഡ്. അടിപൊളി, ഒരു 1.5 പാട്ട് തന്നെ. അതാണ് നമ്മുടെ MG സാർ. നല്ല സോങ് സെലക്ഷൻ. എനിക്കറിയത്തില്ല, ഒരുപാട് പേരുടെ ഫേവറേറ്റ് പാട്ടുകൾ എനിക്കൊക്കെ ഫേവറേറ്റ്. വിദ്യാജി ഒരു വിദ്യാസാഗർ ഷോ ഒക്കെ നടത്തിയായിരുന്നു. സ്ഥലം ഇല്ലായിരുന്നു. വിദ്യാജി എന്ന് പറയുമ്പോ തന്നെ വിദ്യാജിയുടെ എന്താ പറയാ, അത്രയും നല്ലൊരു പാട്ടാണ് മോൾ എടുത്തത്. മാക്സിമം മോള് ശ്രമിച്ചു കേട്ടോ. മാക്സിമം പി ജയേന്ദ്രൻ സാറിന്റെ ഒരു പാട്ടാണ്. കലക്കി, സൂപ്പറായി. താങ്ക് യു മാം. So today we are giving you 97 out of 100. താങ്ക് യു സാർ. ആദ്യ ഒരു വിദ്യാജി പൂക്കുറ്റി. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ നമ്മൾ അടുത്ത റൗണ്ടിൽ അടിച്ചുപൊളി. ഓക്കെ, all the best. അടിച്ചു കളിക്കാം. അങ്ങനെ ദാ ഇന്നത്തെ എപ്പിസോഡ് അവസാന ഘട്ടത്തിലോട്ട് കിടക്കാണ്. ഇന്നത്തെ പെർഫോമൻസിലൊക്കെ കഴിഞ്ഞു. മീനുട്ടി എന്തോ? എൻജോയ് ചെയ്തില്ലേ? ഒത്തിരി ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. നമ്മുടെ പ്രേക്ഷകരും അതുപോലെ എൻജോയ് ചെയ്തു കാണും. അപ്പൊ ഇന്നെന്തായാലും തൽക്കാലത്തേക്ക് നമുക്ക് ടാറ്റാ ബൈ പറയാനുള്ള സമയമാണ്. അടുത്ത ദിവസം വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ. ബൈ, ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.